ചിത്രാഞ്ജലി സ്റ്റുഡിയോ പലരും പറഞ്ഞു കഴിഞ്ഞാണ്. എങ്കിലും ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഇന്ന് ദൗർഭാഗ്യവശാൽ ആരും അവിടെ പോയി ജോലി ചെയ്യാനുള്ള യാതൊരു സൗകര്യങ്ങളും ഇപ്പോൾ അവിടെ ഇല്ല. എല്ലാം ഏറ്റവും ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വലിയ റെക്കോർഡിംഗ് തിയേറ്ററായിരുന്നു ദേവദാസും ഹരികുമാറും ഒക്കെ വർക്ക് ചെയ്തിരുന്ന ഉണ്ണിയും ഒക്കെ വർക്ക് ചെയ്തിരുന്ന ഒരു സ്റ്റുഡിയോ ആണ്. അതിപ്പോൾ പൊളിച്ചിട്ടിട്ട് 6-7 വർഷമായി. സങ്കടം തോന്നാണ് കഴിഞ്ഞാൽ. പിന്നെ അവിടെ നമ്മുടെ പിന്നെ റെയിൽവേ സ്റ്റേഷനും വിമാനത്താവളമൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ ആലോചിക്കാറുള്ളത് നമുക്ക് സ്വന്തമായിട്ട് അവിടെ ഒരു വനം ഉണ്ടായിരുന്നു. ആ വനം കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിച്ചു കളഞ്ഞു. സങ്കടം തോന്നും, കരയാൻ തോന്നും. ഇനി നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ ജീവിതകാലത്ത് എന്തായാലും ഒരു വനം അവിടെ ഉണ്ടാകാൻ സാധിക്കില്ല. വനം വളർത്തി വന്ന് ശരിക്കും വനമാകണമെന്നുണ്ടെങ്കിൽ 100-150 വർഷം വേണം. ഈ അടുത്ത തലമുറയ്ക്കെങ്കിലും ബാക്കി പക്ഷേ വെറുതെ ആസ്ഥാനം വെറുതെ കെട്ടിടം കിട്ടാനായിരിക്കുമ്പോഴാണ്. ദയവായിട്ട് എനിക്ക് ഉത്തരവാദിത്തപ്പെട്ടവരോട് പറയാനുള്ളത് അവിടെ മുഴുവൻ കെട്ടിടങ്ങൾ കെട്ടി നടക്കരുത്. അവിടെ ഒരു മുൻ ഡയറക്ടറായിട്ട് വന്ന ആൾ, മാനേജിംഗ് ഡയറക്ടർ വന്ന ഒരാൾ അവിടെ നിന്ന് ഒരു ഭാഗത്ത് വൃക്ഷങ്ങൾ മുഴുവൻ ആമോദിച്ചു. ഒരു മറുഭാഗത്ത് വൃക്ഷങ്ങൾ ആമോദിച്ച് അവിടെ പിന്നെ അദ്ദേഹം ഹോർട്ടിക്കൾച്ചറിൻ്റെ സ്പെഷ്യലിസ്റ്റായിരുന്നു. അവിടെ ചെറിയ അതെല്ലാം അദ്ദേഹം പോയിരുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞു. അങ്ങനെ ഓരോരുത്തരും ഓരോ ഫലനമസ്കാരങ്ങൾ നടത്തുന്നത് അവിടുത്തെ സസ്യ സുന്ദരമായിട്ടുള്ള സംഗതികളെല്ലാം തേച്ച് വളച്ചുകൊണ്ടാണ്.